ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നത് BCOS 184 ഇ കൊമേഴ്സ് BCom ജിയിലെ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനു മുമ്പ് പ്രീവിയസ് ഇയറിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ് മാർക്കിന് മുകളിൽ ഒരു നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജൂലൈയിലാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ അത്യാവശ്യം സമയമുണ്ട്. ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. കാരണം ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടഫുള്ളൊരു സബ്ജക്റ്റ് അല്ല. തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. സോ ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസിലാണ്. അപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി അല്ലേ. അതിലെന്താ 3 ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. ബാക്കി 5 എഴുതിയാൽ പോരെ. അപ്പോൾ ഈ സാധാരണ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു നോട്ട് എഴുതാൻ പറഞ്ഞു തരും. അതായത് ഓരോ ടോപ്പിക് തരും. ഇ കൊമേഴ്സിനെ പറ്റി എഴുതാൻ, അല്ലെങ്കിൽ എന്താണ് നെഫ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്തിലൊക്കെ എഴുതാൻ പറഞ്ഞു തരുന്നതാണ് നോട്ട്സ് അല്ലേ. അങ്ങനെ നോട്ട് എഴുതാൻ പറഞ്ഞ് തരും. ഒരു 5 ഐറ്റംസ് തരാം, എന്നിട്ട് അതിൻ്റെ നോട്ട് എഴുതാൻ പറഞ്ഞു തരും. മാർക്ക് 20 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എന്താ ഇത്തിരി ഡിഫറൻസ് നമ്മൾ എഴുതാൻ പറയും അല്ലേ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം. അങ്ങനെ ഒരു 3-4 ഐറ്റംസ് തരും. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ബാക്കി സാധാരണ രീതിയിലുള്ള A-B എന്ന് പറയുന്ന ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് വരും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ A ഉണ്ടാവും, B ഉണ്ടാവും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 20 മാർക്കിന് വരും. അങ്ങനെയൊക്കെയാണ് പാറ്റേൺ വരുന്നത്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റായിട്ട് ചോദിച്ചതും അതുപോലെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാതെ പഠിക്കേണ്ടതും. ഓക്കെ, ഇതിൻ്റെ PDF-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ നീല വെച്ച് ഹൈലൈറ്റ് ചെയ്തത് നിങ്ങൾ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ആദ്യം എന്താ ഈ കൊമേഴ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒപ്പം എന്തും കൂടി പഠിക്കണം. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി പഠിക്കണം. ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ പഠിക്കണം. കാരണം അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. ഇത് മിക്ക അറ്റംപ്റ്റിലും എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം ചോദിച്ചേക്കുന്നത്. സോ ഇതിന് അത്രയും പ്രയോറിറ്റി ഉണ്ട്. ഇത് വേണം നിങ്ങൾ ആദ്യം പഠിക്കാൻ. ഇതിൻ്റെ വീഡിയോ തന്നെ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇരുന്ന് കാണുക. അതിൽ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ പേയ്മെൻറ്റ് എന്താണ്, അതുപോലെ ഈ പേയ്മെൻറ്റും കൺവെൻഷണൽ പേയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പം നിങ്ങൾ എല്ലാ ഡിഫറൻസും ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും നോക്കുക. കാരണം എന്താ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്, ഒരു കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഡിഫറൻസ്, അതായത് ചിലപ്പോൾ ഈ പേയ്മെൻറ്റ് കൺവെൻഷണൽ പേയ്മെൻറ്റും എഴുതാൻ പറയും. ഓക്കെ, അതുപോലെ വേറെ എന്തെങ്കിലും 2 ഐറ്റംസ് തരാം. അങ്ങനെ കുറച്ച് തരും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മനസ്സിലാവും കാര്യം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട്. എന്ത് നോട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എന്താ, ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡിനെ പറ്റി നോട്ട് എഴുതാൻ ചോദിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് വട്ടം ഈ സാധനം തന്നെ വീണ്ടും ചോദിച്ചേക്കാണ് പല ക്വസ്റ്റ്യനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പഠിക്കണം. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാവർക്കും അറിയണ കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് എന്താ, ഡെബിറ്റ് കാർഡ് എന്താണെന്നല്ലേ എല്ലാവർക്കും അറിയാം. അതുപോലെ എന്താ വെബ്സൈറ്റ് ആൻഡ് ആപ്പ് അതെന്താണെന്ന് എഴുതണം. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇ കൊമേഴ്സ് പഠിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കണം. എന്തായാലും ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി പറയണത് കാര്യങ്ങളാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഗവേണൻസ് എന്താണ്, അതുപോലെ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ, ഇതൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എഴുതാൻ പറയേണ്ട, നോട്ട് എഴുതാൻ പറയേണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി പറയേണ്ട. അപ്പോൾ ഈ ഏരിയകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഈ ഏരിയകളൊന്ന് വായിച്ച് വിടണം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. പിന്നെ വിർച്വൽ കറൻസി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹാക്കേഴ്സ് ഇതൊക്കെ എന്താ നോട്ട് എഴുതാൻ പറഞ്ഞ് വന്നിരിക്കുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓക്കെ ജയന, ഈ ഗവൺമെൻറ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു ഈ ഗവൺമെൻറ് വെച്ച് പല ക്വസ്റ്റ്യനും വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ഈ ഗവേണൻസ് എന്താണ്, അതുപോലെ ഈ ഗവൺമെൻറ്റും ഈ ഗവേണൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്.
അപ്പം ഡിഫറൻസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇ കൊമേഴ്സിൽ. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയേണ്ട, അതുപോലെ ലിനക്സും വിൻഡോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമുക്ക് എന്താ പല അറ്റംപ്റ്റിലായിട്ട് ലിനക്സും വിൻഡോസും തമ്മിലുള്ള ചോദിക്കേണ്ടത്. സോ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുത്ത് പഠിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ല, ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു 5 എണ്ണം തരുന്നു ഇതുപോലെ. ഈ ടെയിൽ ആൻഡ് റീറ്റെയിലിൻ്റെ ഡിഫറൻസ്, ഇങ്ങനെ നിങ്ങൾ ഓരോന്നിൻ്റെ ഡിഫറൻസ് എടുത്ത് എഴുതണം. ഈ 5 എണ്ണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ട് 4 എണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് 20 മാർക്ക്. അപ്പോൾ ഈ 5ാമത്തെ പോയിന്റ് ഇല്ലയെന്ന് തോന്നുന്നു, എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. 4 എണ്ണം എന്ത് എഴുതിയാൽ മതി. അപ്പം കറക്റ്റായിട്ട് അറിഞ്ഞൂടെ, നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരും എന്തായാലും. ഓക്കെ, 4 എണ്ണം വരാനേ ചാൻസ് ഉള്ളൂ. 5ാമത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ മാറിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കണ്ട ബാങ്കിങ്ങും ഇ ബാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഇ വാലറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ നോക്കൂ. ഇ കൊമേഴ്സ് ആൻഡ് ഇ ഗവേണൻസ് നമ്മൾ ഓൾറെഡി പഠിക്കാൻ പറഞ്ഞില്ലേ. അപ്പം ഇനി ഇ കൊമേഴ്സും നമ്മൾ പഠിച്ചില്ലേ, പിന്നെ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് ചെയ്താനുള്ള പാട്. അതുപോലെ എന്താ വെബ് സെർവർ ആൻഡ് ആപ്ലിക്കേഷൻ സെർവർ. നമ്മൾ വെബ്സൈറ്റും ആപ്ലിക്കേഷനും നേരത്തെ അവിടെ നോട്ട് ചെയ്താൽ പറഞ്ഞു. ഇവിടെ എന്താ സെർവർ, എടാ എവരിത്തിങ് ഈസ് റിലേറ്റഡ്, എല്ലാം എന്താ റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് എത്താൻ പറ്റുന്നു. ഒരു വട്ടം ചോദിച്ചതാണ് എന്ത്, നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ടുള്ള, അത് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള എന്താണ് ഫ്ലിപ്കാർട്ട് അല്ലെ ബിഗ് ബാസ്ക്കറ്റ്, ഇതിനെയൊക്കെ പറ്റി നോട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ എന്താ 4 എണ്ണം നോട്ട് ചെയ്താൽ പറഞ്ഞു വരും. ഇതുപോലെ 4 എണ്ണം തന്നിട്ട് നോട്ട് ചെയ്താൽ പറയും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 20 മാർക്ക് കിട്ടും. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 5 മാർക്ക്. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര കിട്ടും, 20 മാർക്സ് കിട്ടും. ഇനിയാണ് അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, നെഫ്റ്റ്, RTGS ആൻഡ് IMPS. ഇതിൻ്റെ ഡിഫറൻസ് വെച്ചാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പല ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. നെഫ്റ്റ് മാത്രം എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് നോട്ട് ചെയ്താൽ പറയാം, RTGS നോട്ട് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇത് രണ്ടും നോട്ട് ചെയ്താൽ പറയാം, അല്ലെങ്കിൽ ഇത് 3ഉം നോട്ട് ചെയ്താൽ പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻ എഴുതാം. പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ഓർത്ത് വേണം പഠിക്കാൻ. ഇനി എന്താ സൈബർ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്നില്ല, കാരണം സൈബർ സെക്യൂരിറ്റിയിൽ നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. അതുപോലെ വെബ്സൈറ്റ്സ്, അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും അറ്റ്ലീസ്റ്റ് മിനിമൽ മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. പേയ്മെൻറ്റ് ഗേറ്റ്വേസ് അല്ലെ, പല രീതിയിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസും കാര്യങ്ങളുണ്ട്. കാരണം എന്താ, നമ്മുടെ ഇ കൊമേഴ്സ് ബിസിനസ്, നിങ്ങളൊരു വെബ്സൈറ്റ് പോയി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, അവിടെ പേയ്മെൻറ്റ് കൺസ്യൂമേഴ്സ് അഥവാ കസ്റ്റമേഴ്സ് എന്ത് വേണം, അവർ പേയ്മെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ വേണ്ടടാ. നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിടുകയാണ്, അവിടെ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഇവിടെ റാസോ പേ, ഇവരൊക്കെ എന്താ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കും. എഗെയിൻ സൈബർ സെക്യൂരിറ്റിയിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ എന്താ, ഡിസ്കസ് ദി 7 ട്രെൻഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി. അങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് പാസ്സായിക്കൂടെ. അതിൻ്റെ മേളിൽ കിട്ടിയാൽ എന്താ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു മാർക്ക് മേടിക്കാം. ഇനി എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് എന്താ പഠിക്കണം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ എന്താ നോട്ട് എഴുതാനുണ്ടാവും. അതുപോലെ കുറച്ച് നോട്ട് എഴുതാൻ പറഞ്ഞ് ചോദിച്ചേക്കണ ഐറ്റംസ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. എന്തായാലും പഠിക്കണം, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. IT ആക്ട് 2000. കാരണം എന്താ, നമ്മൾ ഓൺലൈൻ പരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവിടെ പഠിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും IT ആക്ട് അറിഞ്ഞിരിക്കണ്ടേ, അത് പഠിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെരി സിമ്പിളല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ChatGPT എങ്കിലും ചെയ്ത് അന്ന് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. സൈബർ ഫോറൻസിക്, ഓക്കെ, വിർച്വൽ കറൻസി നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, നോക്കണം. ഓക്കെ, ഇനി എന്താ, മൊബൈൽ ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക്, ഇത് നോക്കണം, വായിച്ച് നോക്കണം. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം. ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ എന്താ ഫുൾ ഡിജിറ്റൽ UPI പേയ്മെൻറ്റ്സ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ, എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, മിനിമൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് എങ്കിലും അറിഞ്ഞാൽ മതി. ജസ്റ്റ് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയണ ഇരിക്കാനാ നല്ല രീതിയിൽ ഇരിക്കുന്ന മാർക്ക് ഇട്ട് തരും. ഓക്കെ, വീണ്ടും ഒരു ചോദ്യം എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇ കൊമേഴ്സ് ആൻഡ് ഇ ഗവേണൻസ്. ഇത് എത്ര മാർക്കിന് ചോദിച്ചതാ, 10 മാർക്കിന് ചോദിച്ചതാ. അപ്പോൾ 10 മാർക്ക് സുഖമായിട്ട് കിട്ടില്ലേ ഇത് നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ. ഓക്കെ, വീണ്ടും
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്സ്. എന്തൊക്കെ ടൈപ്പ് വെബ്സൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരു വെബ്സൈറ്റ് വെബ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതെന്താ, ഈ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാകും. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, മാർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നോക്കാം. എല്ലാം ഞാൻ പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റ് കഴിഞ്ഞാൽ ഇത് നേരെ നോക്കിക്കോളാം. ഓക്കെ, ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ടെസ്റ്റിൽ നോക്കാം. ടെസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ള അങ്ങനെ എന്തെങ്കിലും ChatGPT-യിലോ അല്ലെങ്കിൽ AI ടൂളിലോ ഇട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുക, നോട്ട് ഷോർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, IT Act 2000 എന്നുണ്ട്. ഓക്കെ, 2 കൂടി ഉണ്ട്, അത് നോക്കണമെന്ന് പറഞ്ഞു. അതിൽ നിന്നൊരു ക്വസ്റ്റ്യനാണിത്. ഇതെന്താ, ഒഫൻസ് ആൻഡ് ദെയർ പണിഷ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ. അതിൽ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. വെബ് ഹോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, വെബ് സെർവർ. അപ്പോൾ ഈ ആപ്പ് സ്റ്റോർ ക്രിയേഷൻ, വെബ്സൈറ്റ് ക്രിയേഷൻ, അങ്ങനെയുള്ള ഏരിയ ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ടൈംസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ സർവീസ് അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. അടുത്ത ക്വസ്റ്റ്യൻ സൈബർ സെക്യൂരിറ്റി. എഗെയിൻ സൈബർ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ നോക്കിയതാണ്, നേരത്തെ പറഞ്ഞു. അതിൻ്റെ ടൈപ്സ് ഉണ്ട്, അതും നോക്കണം. ഇപ്പോഴും കൂടി പറഞ്ഞോളൂ, ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം. അത് ഏതൊരു അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്, ഏതൊരു അറ്റംപ്റ്റിലല്ല, ഒരുവിധം മിക്ക അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത്ര നോക്കിയിട്ടാണ് ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്സ്, റീറ്റെയിൽ മിക്സിൻ്റെ 7 C's, അതൊക്കെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കുമെന്ന് അറിയാൻ പാടില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തെങ്കിലും 1-2 വട്ടം നോക്കിയിട്ട് എക്സാമിന് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100-ൽ 35 മാർക്കല്ലേ പാസ് മാർക്ക്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിക്കാം. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പോയിൻറ്റ്സേ അറിയുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയിൻറ്റ്സ് വൃത്തിക്ക് എഴുതുക. എന്നിട്ട് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ് അങ്ങോട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു മിനിമൽ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിരിക്കരുത്. ഇത് കൊമേഴ്സ് ആണ് അല്ലേ, നമുക്കറിയാം. ഫ്ലിപ്കാർട്ട് അറിയാം, ആമസോൺ അറിയാം. ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കില്ലേ ഓരോ കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ചോദിക്കാം. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അല്ലേ, ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. അപ്പോൾ ഈ PDF ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഇത് നോക്കി നിങ്ങൾ ഫസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഈ ബ്ലൂ ആൻഡ് വേറൊരു കളറും കൂടി മാർക്ക് ചെയ്തുകൊണ്ട് ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ്, ഈ കളറും കൂടി ഉണ്ട്, ഇത് ഹൈലൈറ്റ് ചെയ്തുള്ള കളേഴ്സ് എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഈ സെക്ഷൻ ഇത്രയും ഉദ്ദേശിക്കുന്നു.